റേസ് കോഡ് റോഡ് എന്തുവായിരുന്നു? റേസ് കോഴ്സ് റോഡ്. ഈ ഹോഴ്സ് കൊണ്ട് ഒരാൾ റേസ് ചെയ്യുന്നത് കൊണ്ട് 3 കിലോമീറ്റർ നടക്കാനും ഉണ്ട്. കുറെ ലേറ്റും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരു ബോർഡും ഉണ്ട് ഗൈസ്. ഗൈസ് ആക്ച്വലി അപ്പുറത്തൊരു ഈഫിൽ ടവർ ഉണ്ടായിരുന്നു, അത് ഞങ്ങക്ക് കിട്ടിയില്ല. ഇപ്പുറത്ത് വന്ന മറ്റേ അയ്യോ ഇതിന്റെ പേരെന്തുവാ ഇത്? അപ്പൊ അപ്പുറത്തുള്ളത് അത് ഈഫിൽ ടവർ. ചെറിയ മൂപ്പര് കുട്ടപ്പില്ലാന്ന്. നാട്ടുകാരെ എന്നെ തല്ലരുത് പ്ലീസ്, എനിക്ക് അതിന്റെ പേര് അറിയത്തില്ല. എന്നാലും ഗൈസ് നിങ്ങൾ കണ്ടോളൂ, അതാണ് സാധനം. അതിൽ പോയി എന്തൊക്കെയൊക്കെ കുത്തു വരയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്, ഈശ്വരൻ അറിയാം. കുത്തും വരയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ് അതിനകത്ത് പോയിട്ട്. അപ്പോ നമ്മൾ ഉള്ള സ്ഥലം കോയമ്പത്തൂര് റേസ് ഫുഡ്സ്. ഓക്കെ, കയ്യില് സ്പീക്കർ മൈക്കും ഇല്ല, ട്രൈഫോഡും ഇല്ല, സെൽഫി സ്റ്റിക്കും ഇല്ല. ഇങ്ങനത്തെ ഒരു യൂട്യൂബറെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുക ഗൈസ്. എന്ത് ചെയ്യാനാ, ഭാഗ്യത്തിന് ഒരു ക്യാമറയെങ്കിലും നല്ലോണം ഉണ്ട്, എന്റെ അനിയത്തി വാങ്ങിച്ചു തന്നതുകൊണ്ട്. ഇത് വീഡിയോ കൊണ്ട് കയ്യറുന്നേ. ഫോട്ടോ എടുത്തുതരാന്ന്, വീഡിയോ എടുക്കാൻ വന്ന എന്നെ ഫോട്ടോ എടുത്തുതരാൻ. ഇനി അപ്പുറത്ത് വേറെ വല്ല കലാവിരുദ്ധകളുണ്ടോന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് അപ്പുറത്തൊരു ഈഫിൽ ടവർ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ഏതോ ഒരു ആന്റി ഇരിക്കുന്നു, ഏതോ 2 ആന്റിമാര്, അമ്മമ്മമാര്. നമ്മൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നു. ഞങ്ങൾ 2 ആൾക്കാർ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനി അവരെപ്പോഴും ഞങ്ങൾ പോയി കണ്ടുപിടിക്കാൻ അറിയത്തില്ല. വെറുതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ കണ്ടോളൂ. കണ്ടോ ആ സാധനം, ബാക്കിയുള്ള സാധനം, അതുപോലെ ഒരു സാധനം. അതുപോലെ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതും തിരഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നിട്ട് തിരിച്ചു പോകും. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ട്രെയിനിന്റെ അപ്ഡേറ്റ് ഞങ്ങൾക്ക് എവിടെയെങ്കിലും എത്തി എന്ന് ഞങ്ങൾ അറിയുകയാണെങ്കിൽ ഞങ്ങളത് ഉപയോഗപ്പെടുത്തുന്നതായിരിക്കും. എന്തൊക്കെയോ കുറെ വട്ടം കാണുന്നുണ്ട്. നാരങ്ങയല്ല, വട്ടം നാരങ്ങയല്ല, വട്ടം ഓപ്പൺ ജിമ്മ് പോലെ എന്തോ ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്തായാലും നല്ല എൻവിറോൺമെന്റ് ആണ്. രാവിലെ നേരത്തെ ആയതുകൊണ്ടാണ് ഈ ക്ലൈമറ്റ് എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് കോയമ്പത്തൂരാണല്ലോ. കോയമ്പത്തൂർ ഒരിക്കലും ഇങ്ങനെ അല്ലല്ലോ, വെയിലിന്റെ സ്ഥലമല്ലേ. ഇതാണ് സാറിനെ, ഇതാണ് ഗൈസ് വട്ടം നാരങ്ങ. ഇതാണ് ഉദ്ദേശിച്ചത്. എക്സസൈസ് അല്ല, ഇരിക്കാനായിരിക്കും. അറിയത്തില്ല, അങ്ങനെ അവര് എങ്ങനെയെങ്കിലൊക്കെ ഇരുന്നോട്ടെ. എന്ത് എക്സസൈസ് ഇന്നത്തെ എങ്ങനെ പിടിച്ചു വലിക്കും അറിയത്തില്ല ഗൈസ്. അതെങ്ങനെ എക്സസൈസ് ചെയ്യേണ്ട, എക്സസൈസ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. ആ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. നിങ്ങൾ കോയമ്പത്തൂരുള്ള ആളാണെങ്കിൽ അവിടെ വന്ന് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ 3 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ഇതുപോലെ 3 കിലോമീറ്റർ നടക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ. എന്നിട്ട് ഇത്രയും ദൂരം നമ്മൾ തിരിച്ചു പോണം. അതിനെക്കാട്ടും നല്ല നമ്മൾ വേണ്ട, അതേരെ പോയിട്ട് തിരിച്ചു വരാം. ഇവിടെ ഒരു CSIയുടെ മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. അപ്പുറത്ത് അതിന്റെ പള്ളിയും ഉണ്ട്, CSIയുടെ പള്ളിയുണ്ട്. നമുക്ക് പോകണമെങ്കിൽ പോകാം, അങ്ങനെയുള്ള അവസ്ഥയാണ്. അയ്യോ, ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു വയസ്സ്, അത് ഓക്കിപ്പോയിടായി. എന്തൊരു കഷ്ടാന്ന് നോക്കിയേ. എന്തോ കഷ്ടകാലം കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലമെങ്കിലും കാണാൻ പറ്റി, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ കിട്ടി. സ്റ്റുഡിയോ വരുന്നുണ്ട്, പക്ഷെ ഏത് അപ്പുറത്തെ സൈഡിൽ എവിടെയെങ്കിലും ആയിരിക്കും തോന്നുന്നു സ്റ്റുഡിയോ. അതെ, ആവാം. ഇങ്ങനൊരു വാക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു രാവിലെ നേരത്തെ. അങ്ങനെ ഒരു 5-6 സ്റ്റുഡിയോ അല്ലേ? അയ്യോ, ആയിരുന്നു സോണോ? സോൺ 1 ഇനി 3 സോൺ. എനിക്ക് തോന്നുന്നത് മാരത്തോണിന് വേണ്ടി ഇവരുണ്ടാക്കിയതായിരിക്കോ, അറിയത്തില്ല. പക്ഷെ ഇങ്ങനെ നടക്കണം എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആദ്യം ഊഞ്ഞാല് ഇത് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ 5 ഇഡ്ലിക്ക് പകരം അമ്മടുത്ത് പറഞ്ഞു 2 ഇഡ്ലി കൂടി കൂടുതൽ വാങ്ങിച്ച്. അതെ, 5 ഇഡ്ലി വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അതെ, 8 ആക്കാമായിരുന്നു എന്നാണ്. അതെ, നല്ല ചമ്മന്തിയും സാമ്പാറുമായിരുന്നു ഗൈസ്. അവരിങ്ങോട്ട് വിളിച്ചാലോ, കോൾ ചെയ്ത് വിളിക്ക്. അതെ, ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, നമുക്ക് അവിടെ ഇരിക്കാം. അമ്മ നന്നായിട്ടുണ്ട്.
Hello guys. A good morning from Coimbatore. So, ഞങ്ങളിപ്പോ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേസ് കോഴ്സ് അല്ലെ? റേസ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. റേസ് കോഴ്സ് റോഡാണിത്. അപ്പോ ഇതിനകത്തൊരു 3 കിലോമീറ്റർ ഇങ്ങനെ നടക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പൊ അതിലൊരു ഭാഗത്ത് ഇങ്ങനെ ഒരു സോൺ 1 എന്ന് പറയുന്ന ഭാഗത്ത് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ക്യാമറ തിരിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചുതരാം. കറങ്ങി തിരിച്ച് എന്നെ കഴിഞ്ഞാൽ എനിക്കൊരു ഈ ആംഗിൾ കിട്ടത്തില്ല. ഇപ്പോഴേ ഞാൻ ക്യാമറയുടെ എന്റെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കണം, അല്ലാണ്ട് ക്യാമറയ്ക്ക് നോക്കിയിട്ടല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ട്രൈപോഡ് എടുത്തിട്ടില്ല, സെൽഫി സ്റ്റിക്ക് എടുത്തിട്ടില്ല, മൈക്ക് ഉണ്ട്, പക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് റൂമിലാണ്. ഞങ്ങളുടെ ട്രെയിന് 5 മണിക്കൂർ വൈകിട്ടാണ്, അതായത് എത്തുന്നത് വെച്ചിട്ട് 5 മണിക്കൂറും ട്രെയിന് ഡിലേ ആയിട്ട് ഓടുന്നത് 7 മണിക്കൂറും ഡിലേ ആയിട്ട് ഓടുകയാണ്. അതായത് രാവിലെ 6 മണിക്ക് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ട ട്രെയിന് ഇനിയും എത്തിയിട്ടില്ല. ഏകദേശം 12 മണിയാകുമ്പോൾ എത്തപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോ എത്തിയിട്ട് ട്രെയിന് ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്ത ജേർണി സ്റ്റാർട്ട് ചെയ്ത് പോകും. അപ്പൊ അടുത്ത ജേർണിയിലാണ് ഞങ്ങൾക്ക് ശ്രീ സത്യസായി പ്രശാന്തി നിലയത്തിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അമ്മയ്ക്കും ഏട്ടയ്ക്കും അമ്പിക്കാൻഡിക്കും ഡ്യൂട്ടിയാണ്. ഞാൻ ഒരു ഗ്ലോബൽ ഒരു യൂത്തിന്റെ കോൺഫറൻസ് ഉണ്ട്, ഒരു 30 കൺട്രീസിന്റെ. അപ്പൊ അതിന്റെ ഒരു ഇതിന് വേണ്ടിച്ചാണ് ഞാൻ പോകുന്നത്. എനിക്കത് 12, 13, 14 ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നാളെ മെല്ലെ എത്തിയാലും കുഴപ്പമില്ല. പക്ഷെ ഇവർക്ക് നേരത്തെ എത്തണം എന്നാണ്. ഇവർക്ക് ഡ്യൂട്ടി നാളെ വേറെ ടീമുകാർ ഇവർക്ക് ഡ്യൂട്ടി കൈമാറിയാലേ ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ ഇനിയിപ്പോ വൈകി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. അച്ഛൻ ഓൾറെഡി അവിടെ ഉണ്ട്. ഇനിയിപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് ശരിക്കും രാത്രി അച്ഛൻ മീറ്റ് ചെയ്യണം എന്നാണ്. ഇനിയിപ്പോ അത് എത്ര വൈകി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കോയമ്പത്തൂരില് ഇത്രയും വൈകിയത് കൊണ്ട്, 5 മണിക്കൂർ വൈകിയത് കൊണ്ട് എവിടെ അടുത്ത് പോവാൻ എവിടെ സ്ഥലം നോക്കിയപ്പോ ആദ്യം ബ്രൂക്ക് ഫീൽഡാണ് കണ്ടത്. പക്ഷെ ബ്രൂക്ക് ഫീൽഡ് പോവാൻ ഇവിടുത്തെ ട്രാഫിക് കാരണം ഇവര് പുതിയ എന്തൊക്കെയോ കുറെ ചേഞ്ചസ് കൊണ്ടുവരുത്തിയിട്ടുണ്ട്. 1C ബസ് എന്തോ ആണ് ശരിക്ക്. പക്ഷെ ഇപ്പൊ ആ 1C ബസ് ആ വഴിക്ക് പോകുന്നില്ല എന്നോ എന്തോ പറഞ്ഞു ഫ്രണ്ടിനെ വിളിച്ചപ്പോ. അപ്പൊ അതുകൊണ്ട് പൂ മാർക്കറ്റൊക്കെ പോയി ഇറങ്ങി അവിടെ നിന്ന് നടന്നു പോണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ബ്രൂക്ക് ആയാലും 10 മണിക്ക് തുറക്കത്തുള്ളൂ. ഇപ്പൊ സമയത്രേ 9:40 ആയി. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വരുമ്പോ 8:45 അങ്ങനെ എന്തൊക്കെയോ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ നടന്നു വന്ന് കഥ പറഞ്ഞ് അവിടെ കുറെ നേരം ഇരുന്ന് പിന്നെ ഇങ്ങനെ നടന്നു വന്ന് ഈ സ്ഥലം കണ്ടുപിടിച്ച് ഇപ്പൊ എത്തുമ്പോഴത്തേക്കും കുറച്ച് സമയമായി. അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ബ്രൂക്ക് ഫീൽഡ് പോവാതെ ഞങ്ങൾ ഇവിടെ വരാനാണ് തീരുമാനിച്ചത്. നോക്കുമ്പോ ഇത് കുറച്ച് എക്കണോമിക്കുമാണ്. പൈസ ചെലവില്ല അല്ലെ? പൈസ ചെലവില്ലല്ലോ, ആർക്കാർക്കും പൈസ ചെലവില്ല. അതാണ് വൈബ്. അതെ, പൈസയും ചെലവില്ല, ഞങ്ങൾക്ക് വീഡിയോ എടുക്കാം. പക്ഷെ ഇനി 2 പേരുണ്ട്. ആ 2 പേരെ ഇങ്ങോട്ട് വരാൻ വേണ്ടി കുറച്ച് നേരമായി കാണാനില്ല. ഞങ്ങൾ ഇവരെ ചേർന്ന് അങ്ങോട്ട് പോകണമെന്നാണ് ഇപ്പൊ ഡൗട്ട്. പിന്നെ വീഡിയോ ചെയ്യാനായാലും ഞാനും കുറച്ച് പഠിച്ചു. സാധാരണ ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ ചെയ്യത്തില്ല. എന്റെ അനിയത്തി എപ്പോഴും എന്നോട് പറയും, വീഡിയോ എടുക്കും എന്തിനാ വണ്ടിയുടെ സൗണ്ട് മറ്റേ സൗണ്ട്. ഇപ്പൊ നോക്കിയേ എത്ര വണ്ടിയുടെ സൗണ്ടിനകത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്തോണ്ടിരിക്കണേന്ന്. ഇനിയിപ്പം എനിക്കറിയത്തില്ല, ഇതിന് മറ്റേ ക്ലീൻ വോയിസ്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു AI ഉണ്ട്. ആ AI വെച്ചിട്ട് ക്ലിയർ ചെയ്യാണ് സാധാരണ ഞാൻ ചെയ്യുക. ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് നോക്കട്ടെ, ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്തിട്ട് വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സൗണ്ട് ഞാൻ പരമാവധി വോള്യൂം കൂട്ടിയിടാൻ ഞാൻ നോക്കാം. നല്ലൊരു വൈബായിട്ടുള്ള ഏരിയ. 2 പേര് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ഊഞ്ഞാൽ എണീപ്പിച്ച് വിടുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. സ്ഥലമുണ്ട്, പക്ഷെ എന്നാലും സ്ഥലമുണ്ട്. അങ്ങേ അറ്റത്താണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ട് അറിയത്തില്ല. നല്ല അതിമനോഹരമായിട്ടുള്ള സെന്റർ ഓഫ് ദി സിറ്റിയിലാണ്. അതാണ് പ്രത്യേകത. സിറ്റിയുടെ നല്ല സെന്ററിനകത്താണ് ഈ 3 കിലോമീറ്റർ ആയിട്ട് ഇങ്ങനെ ഒരു വാക്കിംഗ് പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സോ നൈസ്. കോയമ്പത്തൂർ വരാൻ തുടങ്ങിയിട്ട് ഞാൻ കുറെ കാലമായി. 2 വർഷം കോയമ്പത്തൂരും ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഒരു പ്ലേസിനെ പറ്റി ഞാൻ അറിഞ്ഞിട്ടില്ല. അതേട്ടാ വരുന്നേ. ഞങ്ങള് അച്ഛയെ വിളിച്ച് പറഞ്ഞപ്പോ അച്ഛൻ VOC പാർക്കിൽ പോയിക്കൂടെന്ന് വെച്ചു. VOC പാർക്കും സൂവും അതേപോലെ ഒരു ഗ്രൗണ്ടും ആയിട്ട് വരും. അപ്പം അതിലേക്ക് പോയിക്കൂടെന്നാ ചോദിച്ചത്. ശരിക്കും സൂവിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ആനിമൽസിനെയൊക്കെ കാണാമായിരുന്നു. അറിയില്ല, ചിലപ്പോൾ ടൈം കിട്ടുകയാണെങ്കിൽ ഓട്ടോ മറ്റേ പിടിച്ചിട്ടോ മറ്റേ പോയി ഒരു ചെറിയൊരു കണ്ടന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കണ്ടന്റ് ചെയ്യാലോ. അങ്ങനെ നോക്കട്ടെ. അതേപോലെ മരുതമലയ്ക്ക് പോകാനും പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് 16 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രെയിനോ മറ്റോ വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചെത്താൻ പറ്റത്തില്ല. അതാണ്. അങ്ങനെ ഗൈസ് 2 പേരും നടന്ന് വന്നിട്ടുണ്ട്.
2 പേര് ഞങ്ങളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതെ, നടന്നു മതിയായി. നടന്നു മതിയായി. അത്രയ്ക്കൊന്നും നടക്കാനൊന്നും ഇല്ലായിരുന്നു. വേഗം അതെ. അങ്ങനെ അതെ വന്നപ്പോ ഊഞ്ഞാല ആടാൻ തുടങ്ങി. ഇത്ര നേരം ഊഞ്ഞാല അടങ്ങി ഒതുക്കിയിരുന്നു. ഊഞ്ഞാല പാടണ നോക്കിയേ. നല്ല വാക്കിംഗ് ആ ഓരോരുത്തരുടെ വീട്ടിൽ പോയിട്ട് ഊഞ്ഞാലേ ഇരിക്കുള്ളൂ. എന്താ ഞാൻ പറയണ്ടേ? സച്ച് എ ഗുഡ് മമ്മി, സച്ച് എ ഗുഡ് മമ്മി. അവിടെ ഒരാളെ ഫോണിലാണ്. ഞങ്ങളെ VOC പാർക്കിൽ കൊണ്ടുപോവോ? ഞങ്ങളെ VOC സൂല് കൊണ്ടുപോവോ? ഇവിടെ തന്നെ ഉണ്ട് സൂ. അറിയത്തില്ല ഗൈസ്. ഇനി നിങ്ങൾക്ക് ഞാൻ വെളിയിലുള്ള വ്യൂസ് കാണിച്ചു തരാം. ഇതാണ് സോൺ 1 ആണ്. എനിക്ക് തോന്നുന്നു ഇതുപോലെ ഇനി സോൺ 2 സോൺ 3 ഒക്കെ ഉണ്ടാവും തോന്നുന്നു. കാരണം ഇവര് മാരത്തോണിനോ മറ്റേ എന്തെങ്കിലും ഉണ്ടാക്കിയതായിരിക്കും തോന്നുന്നുണ്ട്. എനിവേ ബുക്സ് വെറുതെ നമ്മൾ മറ്റുള്ളവരെ കാണിച്ച് അവരുടെ പ്രൈവസി ഇൻവേഡ് ചെയ്യണ്ട. അതുകൊണ്ട് ഇങ്ങനെ ഒരു അമ്മയുടെ സങ്കടമാണ് ഗൈസ്. കേക്കൂ. സൗണ്ട് ഏതെടുത്താലും 10 രൂപയ്ക്കുള്ള സാധനങ്ങളുടെ അടുത്തുകൊണ്ടിരിച്ചാവേ 2000-3000 സാധനങ്ങളുടെ അടുത്തുകൊണ്ടിരിച്ചോ. വല്ല കാര്യമുണ്ടോന്ന് ചോദിക്കുന്നു. എന്താ ഞാൻ പറയണ്ടേ അവരോട്? ശരിക്കും നിങ്ങളെ ഈ ക്യാമറയിൽ കാണാൻ നല്ല രസമുണ്ട്. കണ്ടു ഒമ്പോ 3 സ്കൂൾ കുട്ടികൾ ഊഞ്ഞാലാടുന്ന കാഴ്ചയാണ്. ദിവ്യ ചേച്ചി ഇത് കണ്ടു കഴിഞ്ഞാൽ എന്നെ ചിലപ്പോ ചീത്ത പറയും. എന്നെ കൂട്ടാണ്ട് വന്നില്ല നിങ്ങള് എന്ന് പറയും. എന്ത് ചെയ്യാനാ ഗൈസ്? അവർ ഓടുന്നു ഗൈസ്. ഇത്രയും ഇതായിരുന്നു. ഇവിടെ നിന്നാണ് ഞാൻ വീഴാൻ പോയത്. നടക്കട്ടെ. നമ്മളിവിടെ എത്തിയില്ലേ? നമ്മള് നടന്നവർ എത്തിയില്ലേ? അതെ, വീണ്ടും ഞങ്ങൾ ഇവിടെ തന്നെ എത്തി. പക്ഷെ ഞങ്ങൾ പോകുമ്പോ ഇത്രത്തോളം പോലീസുകളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്താ പറ്റിയത് എന്നാണ് ഞങ്ങൾക്ക് അറിയാത്തത്. ഇനിയിപ്പോ അതെ ആരെങ്കിലും വരുന്നുണ്ടോ എന്താണ് സംഭവം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ സാധനങ്ങൾ എന്തായാലും ആ കാണുന്ന ക്ലോക്ക് റൂമിലാണ് ഉള്ളത്. അതെ, അപ്പൊ ഞങ്ങൾ ആദ്യം ഒരു ചായ കുടിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുന്നതായിരിക്കും. എക്സ്പീരിയൻസ് അബൌട്ട് പോലീസ് ക്യാൻറ്റീൻ പറയൂ. നല്ല അഭിപ്രായം. 10-15 ആണ്. 8 രൂപയാണ് പരിപ്പ് വട പോലീസ് ക്യാൻറ്റീൻ. വേർത്ത് ആണെന്നാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ എടുക്കുന്ന നല്ലത്, കാരണം അവരൊന്നും മുഖം കാണുന്നില്ല. ഓക്കെ, ഞങ്ങള് രാത്രിയിലേക്ക് ചപ്പാത്തി, കാരണം ഞങ്ങളുടെ ട്രെയിന് വൈകിയതുകൊണ്ട് രാത്രിയിലേക്ക് ചപ്പാത്തി വാങ്ങിക്കാൻ ആക്ച്വലി ഞങ്ങളോട് പറഞ്ഞത് എന്താ, അതായത് ഉച്ചയ്ക്ക് ഭക്ഷണം ഇവിടുന്ന് കഴിച്ചിട്ട് രാത്രി ഞങ്ങൾ ഉള്ളത് എടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഭക്ഷണം കേടുവരുന്നുള്ളത് കൊണ്ട് നമ്മളിത് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ഇവിടുന്ന് വാങ്ങിക്കുന്നത് രാത്രിയിലേക്ക് ആക്കാം എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചപ്പാത്തി പാർസൽ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. എത്ര രൂപയാണെന്ന് അറിയത്തില്ല, വരും പറയാം. എന്തായാലും ഇപ്പത്തെ അവരുടെ പരിപ്പ് വട അവര് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. 8 രൂപയാണ് പരിപ്പ് വടയ്ക്ക്. ഇറ്റ്സ് നൈസ് ആൻഡ് ഇറ്റ്സ് ബോൾ. സോറി അപ്പൂപ്പന്മാരൊക്കെ വിത്തൗട്ട് പെർമിഷൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. സോറി ഗൈസ്. ഇവരിവിടെ എന്തൊക്കെയോ തിന്നാനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അപ്പുറത്ത് എന്തോ ഇപ്പുറത്ത് എന്തൊക്കെയോ ഉഴുന്നുവടയുണ്ട്, മസാല വട.
മസാല വട, അങ്ങനെ എന്തൊക്കെയൊക്കെയോ കുറെ സാധനങ്ങളായിരിക്കും. തേങ്ങ മസാല വേറൊരു എന്തിനെ പറ്റിയിട്ടാണ് ഈ ഡിസ്കഷൻ? എന്നോടുകൂടി പറയൂ. അത് മസാല വട. ഏത് മസാല വട? ഏതോ മസാല വടയാണ്, അറിയത്തില്ല. ഏതോ മസാല വടയാണെന്ന്. അപ്പൊ ഞങ്ങളുടെ കുറുമ എത്തി. കീര ബോണ്ട. ഓക്കെ, ഇവര് കീര ബോണ്ടേനെ എന്തൊക്കെയോ പറഞ്ഞ് ഇവര് എന്തൊക്കെയൊക്കെയോ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈശ്വരൻ അറിയാം. എന്ത് മറ്റേ ആ സാധനം എന്താ അറ്റത്തുള്ളത്? കീരവട. പിന്നെ പരിപ്പ് വടി, സമൂസയും. ഈ ഉണ്ടെന്താ? എന്താ? കേക്കോ? വെട്ട് കേക്കോ? എനിക്ക് ഏതായാലും കുഴപ്പമില്ല, എനിക്ക് സമൂസ തന്നെ മതി. അവർക്ക് എന്താ അറിയാം, എവിടെ പോയാലും ജീവിക്കുന്നു പറയില്ലേ ഗൈസ്, അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കുമ്പോ ആ അങ്കിളും മലയാളിയാണ്. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞ് ഇതാക്കി. ആക്ച്വലി തമിഴ് അറിയാഞ്ഞിട്ടല്ല. അതെ, മലയാളം പറഞ്ഞ് ഞങ്ങൾ ജീവിക്കും. ആക്ച്വലി ഞങ്ങൾക്ക് തമിഴ് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ എന്നാലും സാഹചര്യങ്ങളിൽ നമ്മളെ വിടുന്നില്ല ഗൈസ്. തമിഴ് സംസാരിക്കാൻ പോയാലും ആൾക്കാർ ഞങ്ങളോട് മലയാളത്തിൽ തന്നെയാണ് ഇങ്ങോട്ട് പറയുന്നത്. അതാണ് ഞങ്ങളുടെ അവസ്ഥ. അതെ, മുഖത്ത് എഴുതി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ മലയാളികളാണ് എന്ന് പറഞ്ഞാൽ. എത്ര രൂപ ടോട്ടൽ? 236 4 persons. ഓക്കെ, 35 രൂപയായിരുന്നു. 235 രൂപയായിരുന്നു. 235. 15 രൂപ വരുന്നു. ഒരു ചപ്പാത്തി ക്രീമ വരുന്നുണ്ട്. അതിന്റെ ടേസ്റ്റ് നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കി പറയാം. അതെ, അത് മാത്രമല്ല, പിന്നെ അതുപോലെ നമ്മൾ 8 കടിയാ വാങ്ങിയത്. 8 കടി. ഓക്കെ, 2 പരിപ്പ് കൂടെ വാങ്ങി. അതുപോലെ സമോസ ഒരു 6 വാങ്ങി. കുറച്ച് ഫ്രണ്ടിക്ക് നടക്കുന്നവരെ ആളൊക്കെ വാങ്ങി. ആ, അതെങ്ങനെയാന്ന് വെച്ചാൽ 8 രൂപ വരുന്നുള്ളൂ വില. 8 രൂപ വരുന്നുള്ളൂ വില. ടേസ്റ്റ് ആയിരുന്നു. കഴിക്കുന്നത് നന്നാവും. ഗൈസ്, ട്രെയിൻ വന്നു ഗൈസ്. ഞാനൊരു വൊക്കാബുലറി ആപ്പ് കയറ്റിയിട്ടുണ്ട് എന്റെ ഫോണിൽ. അപ്പൊ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പുതിയ വാക്കുകൾ ഇങ്ങനെ ഓരോ മണിക്കൂറിൽ ഒരു പുതിയ വാക്ക് പറഞ്ഞുതരും. വൊക്കാബുലറി എന്ന് പറഞ്ഞൊരു ആപ്പ്. അതിന് ടെറിട്ടറി ഭയങ്കര സീനാണ്. ടെറിട്ടറിയോ? വൊക്കാബുലറി ഏത് ടെറിട്ടറി? വൊക്കാബുലറിക്ക് ഉണ്ടല്ലോ, അതിന്റെ ഒരു കമറാറ്ററി ഭയങ്കര. എന്താണ്ടൊക്കെയോ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല. കമലാട്രിയോ? കമറാട്രി എന്ന് വെച്ചാ അങ്ങനെ വെച്ചാ എന്തൊക്കെയാ പറയണോ? കമ്മിനാട്ടിന്നോ? ഇലുമിനാട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കമ്മിനാട്ടി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഓ മൈ ഗോഡ്, വേണ്ട, ഞങ്ങൾക്ക് അറിയില്ല ഇത് തെറിയാണോ എന്ന്. പൃഥ്വിരാജും ഇന്ദ്രജിത്തും തമ്മിലുള്ള കമറാറ്ററി കോംബോനെയാണ് ഈ സംഭവം പറയുന്നത്. എനിക്കറിയത്തില്ല, എന്ത് തോന്നുന്നു എന്നാണ് അവ അറിയത്തില്ല. ഡീവിയേഷൻ എന്ന് പറയുന്ന ഇതാണ്. ഞാൻ എന്ത് പറയാൻ വന്നു അതിൽ നിന്ന് തന്നെ ഭയങ്കരമായിട്ട് വെതി ചെലിപ്പിച്ച് വിടുകയാണ് ഈ കുട്ടി. അപ്പൊ ഞാൻ പറയാൻ വന്നത്, അപ്പൊ ഈ മണിക്കൂറിൽ അതല്ല, ബോണ്ടല്ല, ഈ മണിക്കൂറിൽ എനിക്ക് വന്ന വേർഡ് എന്ന് പറയുന്നത് ഇൻഎവിറ്റബിൾ എന്നുള്ളതാണ്. അതായത് നമ്മളെ കൊണ്ട് ഒരിക്കലും അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഇഗ്നോർ ചെയ്യാനോ അതിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് പോകാനോ പറ്റില്ല എന്നുള്ളതാണ് ഇൻഎവിറ്റബിൾ എന്നുള്ളതിന്റെ മീനിങ്. അപ്പോ എനിക്ക് അത് ആ വേർഡ് വന്നത് ഞങ്ങൾ ആ പോലീസ് ക്യാൻറ്റീനിൽ ഇരിക്കുമ്പോഴായിരുന്നു ആ വേർഡ് വന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡെസ്റ്റിനേറ്റഡ് അല്ലെങ്കിൽ ഫേറ്റ് ആണെന്ന് തോന്നുന്നു ആ വേർഡ്. കാരണം ആ പോലീസ് ക്യാൻറ്റീൻ അച്ഛ ചെറുപ്പത്തിൽ ഞങ്ങളെ കൊണ്ടുവന്ന സമയത്ത് ഞങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ച സ്ഥലമാണ്. ചെറുപ്പത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അച്ഛ കോയമ്പത്തൂർ അച്ഛ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വന്നിട്ട് ഇവിടുന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ എപ്പോഴും പോലീസ് ക്യാൻറ്റീനിൽ വന്നിട്ടാണ് ഫുഡ് വാങ്ങിക്കാറുള്ളതും കഴിക്കാനൊക്കെ ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ മേ ബി ഇൻഎവിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കും ആ പോലീസ് സ്റ്റേഷൻ എന്ന് തോന്നുന്നു. ഇൻഎവിറ്റബിൾ അതായത് എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ്. യെസ്, അത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു ഫേറ്റഡ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ്. ക്യാമറയുടെ ലൈറ്റിംഗ് ഒന്നും ശരിയല്ല ഗൈസ്, അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. അങ്ങനെ തിരിച്ചും മറിച്ചും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലോട്ട് തന്നെ എത്തി. ഞങ്ങളുടെ ട്രെയിൻ ഇപ്പോഴും ഏകദേശം ഈറോഡ് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഈറോഡ് കഴിഞ്ഞു വെച്ചാൽ ഇനി ഒരു 2 മണിക്കൂർ ഏകദേശം എടുക്കും എന്നാണ് പറയപ്പെടുന്നത്. അറിയില്ല, എന്തായാലും നമ്മൾ നോക്കാം. ഇപ്പൊ നമ്മൾ നേരെ പോകുന്നു, ക്ലോക്ക് റൂമിൽ നിന്നും ബാഗ് എടുക്കുന്നു. എന്നതിന് ശേഷം അതിമനോഹരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ
കറങ്ങി 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 നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പോയിരിക്കുന്നു. ഇതാണ് അവിടുത്തെ പ്ലാന്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എത്തിയതിനു ശേഷം നോക്കാം. പിള്ളേരോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ നമുക്ക് VOCക്കൊക്കെ പോയി അവിടെ പോയി ഇരുന്നിട്ട് വരാം. പക്ഷെ പറഞ്ഞിട്ടും കാര്യമില്ല, VOC ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പോയിട്ടും കാര്യമില്ല. ഞങ്ങൾ എന്തായാലും ബാഗൊക്കെ എടുത്തു. ഇനി പ്ലാറ്റ്ഫോമിലോട്ട് പോണം. ഞങ്ങൾക്ക് പ്ലാറ്റ്ഫോം നമ്പർ 3 and 4 3 and 4 അല്ലാണ്ട് 3 and 4ലേക്കാണ് പോകേണ്ടത്. ഇവിടെ ഫുള്ള് പോലീസ്. നേരത്തെ എസ്കലേറ്റർ ഉണ്ടായിരുന്നു, മിണ്ടാണ്ട് അതിനകത്ത് കയറി പോകേണ്ട ആവശ്യമുള്ളൂ. നല്ലൊരു നടന്നിട്ടുള്ള ഒരു വ്യൂ ഒക്കെ ആയിരുന്നു, അത് പോയി. ഓ മൈ ഗോഡ്, വെയിറ്റ് ഉണ്ട്. ലിഫ്റ്റിനകത്ത് കയറിയിട്ട് ലിഫ്റ്റിന്റെ നമ്പർ പോലും അമർത്താതെ, ലിഫ്റ്റിന് വേണ്ടിയിട്ട് നമ്പർ പോലും അമർത്താതെ ട്രെയിൻ ലേറ്റ് ആയിട്ട് പോകും. അത് ലേറ്റ് ആണ്. 1 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തുക. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി ആവും എത്താൻ. ഞങ്ങളൊരു 10 കഴിയുന്നു. അതെ. ഇനിയെങ്കിലും ഞങ്ങൾക്ക് രജനീകാന്തിന്റെ വോയിസ് ഒന്ന് ചെയ്തു തന്നാൽ. ഇല്ല, കുഴപ്പമില്ല, പറ്റുന്ന പോലെ. കളിയാക്കരുത്, ആരും കളിയാക്കരുത്. രജനീകാന്തിനെ ഞാൻ കഷ്ടപ്പെട്ട് വിളിച്ചു വരുത്തിയതാണ് നമുക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ രജനീകാന്ത് എന്തിനെ പറ്റിയാ സംസാരിക്കുന്ന വെച്ചാൽ നമ്മുടെ ട്രെയിൻ ഇപ്പൊ വൈകിയല്ലോ. അത് എപ്പോഴാണ് തിരിച്ച് ഈ സാധനം താഴത്ത് ഫോണ്. അപ്പൊ എത്ര മണിക്കാണ് നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് വരിക എന്നുള്ളതും, അതുകൊണ്ട് നമ്മള് വെളിയിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നും പറയണം. ഞങ്ങളെ VOC പാർക്കിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞതാ. പക്ഷെ വല്ലാത്തൊരു പാർക്കായി പോയി. VOC പാർക്കിൽ പോവാന്ന് പറഞ്ഞതാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ VOC പാർക്ക് വൈകുന്നേരം ഓപ്പൺ ആവുള്ളൂ. സൂവിന്റെ കാര്യം പറയുകയാണെങ്കിൽ സൂവിനകത്ത് എന്തൊക്കെയോ പണികൾ നടക്കുന്നത് കൊണ്ട് അതിനകത്ത് കടത്തി വിടത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് കറങ്ങി വട്ടം തെറിഞ്ഞ് അവസാനം പോലീസ് ക്യാൻറ്റീനിൽ പോയി ഫുഡ് വാങ്ങിച്ച്, ചപ്പാത്തി വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ എവിടെ നിന്നാണോ യാത്ര തുടങ്ങിയത് അവിടേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണ് രജനീകാന്തിന്റെ അതിനുള്ള അഭിപ്രായം? ആദ്യം സ്വന്തം പേര് പറയാതിന് ശേഷം രജനീകാന്തിന്റെ പേര് പറഞ്ഞാൽ മതി. ആരിന്റെയൊക്കെയോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. സഞ്ജു സാംസനെ വേണമെങ്കിൽ സഞ്ജു സാംസനെ, നിങ്ങൾക്ക് ആരെ വേണമെന്ന് പറയാം. നമുക്ക് ആ ആളെ കൊണ്ട് വരുത്തി സംസാരിപ്പിക്കാം. ഇപ്പൊ തൽക്കാലത്തേക്ക് 5 മിനിറ്റ് നിർത്തി വെച്ചൂടെ ഇവർക്ക്? எல்லாருக்கும் வணக்கம். இப்ப நாம கோயம்புத்தூர்ல எத்தியாச்சு. டெஃபினிட்டா எப்படி சொல்லணும்னு தெரியல, நல்லா இருந்தது. ஆனா VOC பார்க் மட்டும் போக முடியல. அதனால கொஞ்சம் மன வருத்தமா தான் இருக்கு. இருந்தாலும் பிரச்சனை கிடையாது, பார்க்கலாம். நமக்கு அங்க போய் பார்க்கலாம். ஓகே. So yeah.